നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു എംബപ്പയെയാണ് സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നേഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രാൻസ് ബെൽജിയത്തെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ കിലിയൻ എംബപ്പെ ഇല്ലായിരുന്നു. ടീം 2 ഗോളുകൾ നേടിയതിനു ശേഷമായിരുന്നു ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസ് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഏതായാലും എംബപ്പയെ വിമർശിച്ചുകൊണ്ട് ഫ്രഞ്ച് ഇതിഹാസമായ വിക്സെൻ്റെ ലിസറാസു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് എംബപ്പയെ ഇപ്പോൾ ആർക്കും പേടിയില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ പ്രഹരശേഷിയൊക്കെ നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ലിസറാസു ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ആരാധകർ ടീമിൽ നിരാശ പ്രകടിപ്പിക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്, അവർക്ക് പ്രതീക്ഷകൾ നൽകേണ്ടതുണ്ട്. എംബപ്പയ്ക്ക് തൻ്റെ ഏറ്റവും മികച്ച വേർഷൻ പുറത്തെടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ആ പഴയ പ്രഹരശേഷിയൊക്കെ താരത്തിന് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോൾ അത്ര നിർണായക താരമൊന്നുമല്ല കിലിയൻ എംബപ്പെ. തീർച്ചയായും അദ്ദേഹം ഒരു മികച്ച താരമൊക്കെ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ആരും ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ലിസറാസു ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് ദേശീയ ടീമിൽ സമീപകാലത്ത് മോശം പ്രകടനമാണ് എംബപ്പെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി റയലിനോടൊപ്പമാണ് എംബപ്പെ കളിക്കുക. അടുത്ത മത്സരത്തിൽ റയൽ സോസിഡാഡാണ് റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ. ആ മത്സരത്തിൽ ഗോൾ വേട്ട തുടരാൻ കഴിയും എന്ന് തന്നെയാണ് എംബപ്പെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.